विलियम कहाँ से हैं आप? केरला सर, 100% लिटरेसी सर. Very funny. What kind of funny joke is that? 100% literacy is an achievement, not something taken lightly. അതൊക്കെ മനസ്സിലാക്കണം, മിനിമം കോമൺ സെൻസ് എങ്കിലും വേണം. And this common sense is not common for everyone nowadays. അതിന്റെ ബിഗ്ഗസ്റ്റ് എക്സാമ്പിളുകളാണ് ലിറ്ററസി ജോക്ക് പറഞ്ഞപ്പോൾ ഇരുന്ന് കിണിക്കുന്ന ഡാർക്ക് ഹ്യൂമർ സിമ്മർ. അല്ല, എനിക്ക് മനസ്സിലാവാത്തത് ഈ നോർത്ത് ഇന്ത്യൻ ആണുങ്ങൾക്ക് നമ്മളെ കാണുമ്പോൾ ഇത്ര കടി എന്തുവാണ്? അല്ലെ തന്നെ വോട്ട് ചെയ്യണോ വേണ്ടെന്നൊക്കെ ഒരാളുടെ ചോയ്സ് അല്ലേ? ഈ പൊളിറ്റിക്സും ലിറ്ററസിയും തമ്മിൽ എന്തുവാ ബന്ധം? അതൊക്കെ കൺസിഡർ ചെയ്യുമായിരുന്നു നമ്മുടെ രാജ്യത്തെ പെലരി ഇപ്പൊ പ്രസിഡന്റ് മുഖ്യമന്ത്രി ഒന്നും ആവത്തില്ലായിരുന്നു. ഗൈസ്, എന്റെ ഒരു ക്രിഞ്ച് അനാലിസിസിൽ കേരളത്തിലുള്ള ഒരു 75% ആൾക്കാർ ഇലക്ഷൻ വരുമ്പോൾ വോട്ട് ചെയ്യുന്നവരാണ്. ബാക്കി വരുന്ന 25% പെട്ടതാണ് ഈ പഞ്ചാബി കുട്ടന്റെ കയ്യിൽ നിന്ന് ഊക്ക് മേടിച്ച മിസ് മുത്തു വില്യംസ്. അതുമല്ല, ഈ ഉല്ലാസിന്റെ മോൻ പഞ്ചാബി കുട്ടന്റെ കൺസെപ്റ്റിൽ ഒരു സ്റ്റേറ്റിന്റെ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് മെക്സിക്കൻ ബോർഡർ വഴി മുള്ളുമതിലെ കൂടെ അള്ളിപ്പിടിച്ച് അമേരിക്കൻ ലാൻഡ് ചെയ്യുന്നതും കാനഡയിൽ പോയി മറ്റേ നുക്കു പാട്ടിട്ടിട്ട് ഫേക്ക് പാട്രിയോട്ടിസം കാണിക്കുന്നതുമാണ് ഒരു സ്റ്റേറ്റിന്റെ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് എന്നാണ് പറയുന്നത്. केरला सर, 100% लिटरेसी सर. 100% ലിറ്ററസി സാർ. ഓ, ഇത് കേട്ട് കേട്ട് മടുത്തു. ഹിന്ദി അറിയായിരുന്നു ഈ ഉല്ലാസിന്റെ മോൻ പഞ്ചാബി കുട്ടനെ 2 തെറിയെങ്കിലും വിളിക്കായിരുന്നു. ഇവനെ 2 വർത്താനം പറയാൻ ഹിന്ദി അറിയുന്ന ആരും നമ്മുടെ നാട്ടിലില്ലേ? Approximately 10 hours later. ഉണ്ട് ഗൈസ്, ഉണ്ട്, ആളുണ്ട്. അങ്ങനെ ആപ്പ് ആളൊന്നും അല്ല. കേരളക്കരയുടെ മാനം കാക്കാനും ഇവനെ 2 വർത്താനം പറയാനും. നവംബറിലാണ് കേരളപ്പിറവിയെങ്കിലും ഈ ഒരു അവസരത്തിൽ ആ കേരളപ്പിറവിയുടെ മുഴുവൻ രൗദ്രഭാവങ്ങളും ആവാഹിച്ചെടുത്ത ആ മൂർത്തിക്ക് ഇപ്പോ പേര് അരിയണ്ണൻ ഡേക്കാണ്. सर के ऊपर टोपी, सर के अंदर गोबर. ഓ, അണ്ണ അത്രക്കൊക്കെ വേണം? ഒന്നുമില്ലല്ലോ, അണ്ണൻ ആ ഉല്ലാസിന്റെ മോൻ പഞ്ചാബി കുട്ടനെക്കാട്ടിലും സ്റ്റാൻഡേർഡ് ഉണ്ട്. Paji, you're so jealous. Okay. Yes, Sardar ji is like he couldn't differentiate between being literate and having a political opinion. അവൻ അതിനും മാത്രം ബുദ്ധിയോ ഉള്ളൂ അണ്ണ. You are living in a state where drug trafficking, കൊടുക്കണ്ണ. murder are considered to be the pride and trend of that state. അവനെ പിരിച്ചു വെച്ച മീശയ്ക്ക് വരെ നാണം വരുന്ന രീതിയിൽ കൊടുക്കണ്ണ. Come to Kerala, have parotta, beef roti karla, and just enjoy the peaceful environment. ഇപ്പൊ അണ്ണനോട് കുറച്ചൊക്കെ ബഹുമാനം തോന്നുന്നു. സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നവനെ കാറിനകത്ത് ഇരുന്ന് നോക്കുന്നു. ഇവന് മാത്രം അണ്ണാക്കി കൊടുത്താൽ പോരാ. ലിറ്ററസി ജോക്ക് പറഞ്ഞപ്പോ ഇവന്റെ കൂടെ ഇരുന്ന് ചിരിച്ച എല്ലാവർക്കും കൊടുക്കണം. എന്റെ ക്രിഞ്ച് ദൈവങ്ങളെ, ഇവന്മാരെ ഊക്കാൻ ഇവന്മാർ തന്നെ എന്തെങ്കിലും അവസരം ഉണ്ടാക്കി തരണേ. 1 minute 37 seconds later. Watch your parents have sex every day for the rest of your life, or would you join in once and stop it forever? വോ എന്നാ ചുണ്ണിത്തരമായിരുന്നു ചുണ്ണി നീ പറഞ്ഞ. ഇറ്റ്സ് മോർ ദാൻ ഡിസ്ഗസ്റ്റിംഗ്. മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല, അവരെല്ലാവരും ഈ അപരാധം പറയുന്ന വാവച്ചാണെന്ന് സ്പിരിച്വാലിറ്റി ഉണ്ടാക്കാൻ പോഡ്കാസ്റ്റ് വഴി വരുന്നേ. Spiritual. ഇവനാണ് ബെസ്റ്റ് ക്രിയേറ്റേഴ്സ് അവാർഡൊക്കെ വാങ്ങിച്ചേ. നിങ്ങൾക്കറിയാമോ ഇവന്റെ ചൈൽഡ്ഹുഡ് ഇങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് അവൻ ആ ചോദ്യം ചോദിച്ചത്. നിനക്ക് തരാടാ. നീ ഉല്ലാസിന്റെ മോൻ പഞ്ചാബി കുട്ടൻ ലിറ്ററസി കോമഡി പറഞ്ഞപ്പോ ചിരിച്ചതല്ലേ? തരാടാ നിനക്ക്. എവിടെ ഇവിടുത്തെ പൊങ്കാല ടീംസ്? എവിടെ ഗൈസ്? വി നീഡ് യു. 346 minutes later. Those who are literate have already shown their literacy in the comment box. എന്റെ പൊന്നോ, അരെ ബൈ ഏക്കാ കമന്റ് ബോക്സ്. നമുക്കും ഉണ്ടൊരു കമന്റ് ബോക്സ്, പേരിനൊരു ഈച്ച പോലും വരത്തില്ല. വാട്ട് എ pathetic YouTube life. അതൊക്കെ പോട്ടെ, that joke was absolutely bullshit. That question was more than disgusting. ഇംഗ്ലീഷിൽ അപരാധം പറഞ്ഞത് മാസ് ആണെന്നാണ് പലരുടെയും വിചാരം. ബട്ട് ഇതോടുകൂടി ആ കുന്തളിപ്പങ്ങ് മാറിക്കിട്ടി. നൗ ഹി അണ്ടർസ്റ്റാൻഡ് ദി മീനിങ് ഓഫ് ലിറ്ററസി. വെൻ ടു സ്പീക്ക്, വെർ ടു സ്പീക്ക്, വാട്ട് ടു സ്പീക്ക്. അല്ല, എനിക്ക് മനസ്സിലാവാത്തത് ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇവന്മാർ ഇതൊന്നും നോക്കത്തില്ല. എന്തൊക്കെയാലും ഇവന്മാരിപ്പോ എയറിലാണ്. പലരും ഇവർക്കെതിരെ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ നിന്നും കൊടുത്തിട്ടുണ്ട്. കുറെ കേസ് കൊടുത്ത് അതിന്റെ പുറകെയൊക്കെ ഓടി നടക്കണം. അല്ലെ, കേരളത്തിൽ ഇതിന് മാത്രം ഫ്രീ ടൈം ഉള്ള വ്യക്തി ആരാണാവോ? Time to teach them a lesson. ഇപ്പൊ കിട്ടും. You know what, guys? America has America's Got Talent show. Britain has Britain Got Talent show. Even China has China's Got Talent show. But India has India's Got Latent. അതെന്താ അങ്ങനെ പേരിട്ടേക്കുന്നത് എനിക്ക് അറിയത്തില്ല. മറ്റന്മാര് ഭൂമിയിലോട്ടൊന്ന് വരുമായിരുന്നെങ്കിൽ ചോദിക്കായിരുന്നു. ആക്ച്വലി ഇത് നോർത്ത് ഇന്ത്യയിൽ അത്യാവശ്യം പോപ്പുലറായ ഷോ ആയിരുന്നു. ഹിഡൻ ടാലൻസ് ഉള്ളവരെയൊക്കെ കൊണ്ടുവന്ന് അവരുടെ ടാലൻസ് കാണിച്ച് അവരെ വട്ടത്തിലും നീളത്തിലുമൊക്കെ ഊക്കി റീച്ച് ആവുന്ന ഒരു ഷോ ആയിരുന്നു. അത്യാവശ്യം നല്ലൊരു പരിപാടിയായിരുന്നു. ബട്ട് ലാസ്റ്റ് എപ്പിസോഡിലെ ഫാദർലെസ് ക്വസ്റ്റ്യൻസ് കാരണം ദിസ് ഷോ ഈസ് നൗ ഫേസിംഗ് ലീഗൽ ഇഷ്യൂസ്. ബട്ട് കേരളത്തിലുള്ള ചില മണ്ടന്മാർ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഇത് കേരളത്തെ കളിയാക്കി കൊണ്ടും നമ്മുടെ സോഷ്യൽ മീഡിയ സ്പാമിംഗ് പവർ കണ്ടിട്ടുമാണ് ഇവന്മാർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നതെന്നാണ്. ഈ മണ്ടന്മാരെയൊക്കെ ഇനി ആര് പറഞ്ഞ് മനസ്സിലാക്കും? എന്ത് ദാറ്റ് കേരള പവർ നോട്ട് നോർത്ത്? എന്ത് പവർ? ഈ സ്പാമിംഗ് പവർ. ഫുൾ മണ്ടത്തരങ്ങൾ എഡിറ്റ് ചെയ്ത് വീഡിയോ എടുത്തിടും. ചുമ്മാതല്ല നോർത്ത് ഇന്ത്യൻ സേറി കിട്ടുന്നത്. വല്ലോന്നെ കൊച്ചിന്റെ തന്തയാവാൻ നടക്കും. അതുമല്ല ഈ ബഡ്ജറ്റ് വിളമ്പിയപ്പോ കേരളത്തിനൊന്നും തന്നിട്ടില്ല. പിന്നാണ് ഈ കേരളത്തെ കളിയാക്കിയെന്ന് കേസെടുക്കാൻ പോകും. ഇങ്ങനത്തെ വാണത്തങ്ങൾ കാണിച്ച് എഡിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യൻ വാണങ്ങൾ വന്ന 100% ലിറ്ററസി സാർ എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകുന്നത്. വെറുതെ കേരളത്തെ പറപ്പിക്കാൻ വേണ്ടി. എന്തൊക്കെയാലും ഇത് വൻ വിഷയമായപ്പോൾ ഇവർ തന്നെ ഇവരുടെ തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാലും എന്റെ മനസ്സ് അത്ര ഹാർഡ് മനസ്സൊന്നും അല്ല ഗൈസ്. ആരെങ്കിലും കരയുന്നൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും.
റിയലി. എന്നാൽ ഈ അവസരത്തിൽ പറയാൻ പറ്റുമോന്ന് എനിക്കറിയത്തില്ല. ഒരാളെ തന്തയ്ക്ക് വിളിച്ച ഫീൽ. ഈ ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലല്ല ഇപ്പൊ അൺഫോളോ ക്യാമ്പയിൻ നടക്കുവാണ്. ഗൈസ്, എനിക്ക് ഇവരെ അൺഫോളോ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. ബട്ട് റൈറ്റ് നൗ ഐ ക്യാൻ ഡു ദാറ്റ്. ഒരാളെ അൺഫോളോ ചെയ്യണേ ആദ്യം അയാളെ ഫോളോ ചെയ്യണമെന്നാണ് ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ റൂള്. അതുകൊണ്ട് ഐ ക്യാൻ ഡു ദാറ്റ് റൈറ്റ് നൗ. കൊതിയാവുന്നു കണ്ടിട്ട് അൺഫോളോ ചെയ്യാം. എനിവേ, ഹി ആസ്ക്ഡ് എ ഫാദർലെസ് ക്വസ്റ്റ്യൻ. കൂടെ ഇരുന്ന ബാക്കിയുള്ളവർ അത് സപ്പോർട്ട് ചെയ്ത് സിറിക്കുകയും ചെയ്തു. ആൻഡ് ദേ ഗോട്ട് സോ മച്ച് ഹേറ്റ് ഫോർ ദാറ്റ്. അതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. ബട്ട് ഈ സോഷ്യൽ മീഡിയ സ്പാമിങ് കുറച്ച് ഓവർ അല്ലേ ഗൈസ്? കുഴി കിടക്കുന്ന മൂത്തിയുടെ മൂത്തി വരെ ഇറങ്ങി ഓടുന്ന രീതിയിൽ സ്പാം ചെയ്ത് തെറിക്കമന്റ് ഇടുന്നു. ഏക്കേതാ പൂക്കേതാന്നറിയാതെ വാണത്തരങ്ങളെ എഡിറ്റ് ചെയ്ത് ഊക്ക് മേടിക്കാൻ പിന്നെയും വീഡിയോ ഇടുന്നു. ഇസ് ദാറ്റ് ഹൗ വി ഷോ അവർ ലിറ്ററസി? എവറിത്തിങ് ഹാസ് ലിമിറ്റ്. ബട്ട് ഇതൊക്കെ എന്താവാ? ഈ ഓവർ എക്സാജറേറ്റഡ് നോർത്ത് ഇന്ത്യൻ മാനങ്ങൾ എന്തോ ഈ കാണിക്കുന്നത്? ഇവന്മാരുടെ ഒരു കാര്യം ഗൈസ്, നിങ്ങൾക്ക് അറിയാവോ എന്ന് എനിക്കറിയത്തില്ല. ഒരു 2 ആഴ്ച മുമ്പ് വരെ, അതായത് ഈ ഫാദർലെസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് വരെ, അതായത് ഇവന്മാരുടെ ഈ ലേറ്റസ്റ്റ് എപ്പിസോഡ് ഇറങ്ങുന്നതിന് മുമ്പ് വരെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇങ്ങനായിരുന്നു. കള്ളവുമില്ല, ചതിയുമില്ല, പൊളിറ്റീഷ്യന്മാരെല്ലാം ഹോണസ്റ്റ് ആയിരുന്നു. ഗംഗാനദിയിൽ ആരും മൂത്രം ഒഴിക്കാറില്ല, അപ്പിടാറില്ല, ഡെഡ് ബോഡി കൊണ്ടിടാറില്ല. ഡൽഹിയിൽ എയർ പൊല്യൂഷൻ ഇല്ലായിരുന്നു. ഇന്ത്യയിലെ എല്ലാ ആൾക്കാരും സിവിലൈസ്ഡ് ആയിരുന്നു, സിവിക് സെൻസ് ഉള്ളവരായിരുന്നു. ഇന്ത്യയിലെ ജയിലുകളെല്ലാം എംപ്റ്റി ആയിരുന്നു. കേരളത്തിലെ കോളേജുകളിൽ റാഗിംഗ് ഇല്ലായിരുന്നു. കേരളത്തെ പ്രൈസ് ചെയ്ത ഒരു വീഡിയോ ഇടുമ്പോൾ നോർത്ത് ഇന്ത്യൻ ബ്രദേഴ്സ് വന്ന് ലവ് ഇമോജി ഇട്ടിട്ട് പോകുമായിരുന്നു. ബാംഗ്ലൂരിലെ ഓട്ടോ അണ്ണകൾ മീറ്റർ കാശ് മാത്രമേ മേടിക്കത്തുള്ളായിരുന്നു. ബട്ട് എല്ലാം പോച്ച്, എല്ലാം നശിപ്പിച്ചില്ലേ? നമ്മുടെ കൺട്രിയുടെ ഇമേജ് തന്നെ ഒറ്റ ചോദ്യം കൊണ്ട് പോയില്ലേ? യു നോ വാട്ട്? സീരിയസ് ജോക്സ് ആർ കൺസിഡർഡ് ആസ് സീരിയസ് പ്രോബ്ലംസ് ആൻഡ് സീരിയസ് പ്രോബ്ലംസ് ഇൻ അവർ കൺട്രി ആർ കൺസിഡർഡ് ആസ് ഫണ്ണി ജോക്സ്. ദാറ്റ്സ് ദ റിയാലിറ്റി. ഈ എണ്ണക്കെട്ട സൊസൈറ്റി എന്ന് നന്നാവാനാണാവോ? സോ ഫോക്സ്, നമ്മുടെ നാട്ടിൽ വേണ്ടി ഇതുപോലെ ഡാർക്ക് ഹ്യൂമർ വിളമ്പുന്ന ഷണ്ണകൾ ബട്ട് മലയാളത്തിൽ പറയുന്നതുകൊണ്ട് മാത്രം സ്ട്രാറ്റോസ്ഫിയറിൽ പോകുന്നില്ലെന്നേ ഉള്ളൂ. ഇവന്മാരൊക്കെ എപ്പോഴാണോ എയറിൽ പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നത്? ഐ എം വെയിറ്റിംഗ്. Someone translate to him in Hindi or English. So that's it folks. അടുത്ത പ്രാവശ്യം ഇതിലും മുറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. Peace.